എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാതൃകാ ചോദ്യപേപ്പർ നമുക്ക് വിശകലനം ചെയ്യാം. 12ാം തരം തുല്യതാ പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പറാണ്. നമുക്കറിയാം, മുൻപത്തെ വർഷങ്ങളിലുള്ള പോലെ തന്നെ ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ള മാതൃകാ ചോദ്യപേപ്പറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഈ പേപ്പർ നന്നായി നമുക്ക് ബൈഹാർട്ട് ചെയ്താൽ നമുക്കൊരു മിനിമം മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ഇത് മാത്രം ആശ്രയിക്കരുത്. മുന്നുള്ള വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളും നന്നായി പഠിക്കുക, വൺ വേർഡുകളും നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാലാണ് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതുസിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജെയിം കെയ്ൻസ് ആണ് അല്ലേ, നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ജെയിം കെയ്ൻസ്. ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണ്ണയിക്കുന്ന സംവിധാനമാണ് വില സംവിധാനം. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ വില നിർണ്ണയിക്കുക അങ്ങനെയാണ്, ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ്. ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് വില സംവിധാനം. മൂന്നാമത്തെ ചോദ്യം, കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിനിമയ നിരക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൂർണ്ണ മത്സര കമ്പോളത്തിലെ സന്തുലിത വില എന്ന് പറയുന്നത് TRൻ്റെ മിനിമം ആയിരിക്കും. ഓപ്ഷൻ ഡി, വില TRൻ്റെ മിനിമം. അഞ്ചാമത്തെ ചോദ്യം, 2 സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗമാണ് ഉപഭോഗ ബണ്ടിൽ. 2 സാധനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗമാണ് ഉപഭോഗ ബണ്ടിൽ കേട്ടോ. ആറാമത്തെ ചോദ്യം, ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിൻ്റെ ആകൃതിയാണ് യു ഷേപ്പാണ് കേട്ടോ, യു ആകൃതി. NNP = GNP - ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക മലയാളത്തിലെ തേയ്മാനം. NNP = GNP - തേയ്മാനം. അടുത്ത ചോദ്യം, സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യവസ്ഥ എന്ത് പറയുന്നു? ബാർട്ടർ വ്യവസ്ഥ എന്നാണ് പറയുക അല്ലേ. നമുക്കറിയാം, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യവസ്ഥയാണ് ബാർട്ടർ സമ്പ്രദായം. പിന്നെ അടുത്തത്, നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെ വന്നു ചേരെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. അടുത്തത്, ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതികൾ എന്താ പറയുക? നമ്മൾ അടവ് ശിഷ്ടം എന്നാണ് പറയുക. അടവ് ശിഷ്ടം എന്നാണ് പറയുക കേട്ടോ. അടുത്ത ചോദ്യം, ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ പ്രധാനമായും എത്രയെ തിരിക്കാം? 4ആയിട്ടാണ്. എന്തൊക്കെയാണ്? ഉൽപാദന മേഖല, ഗാർഹിക മേഖല, ഗവൺമെൻറ്, ബാഹ്യമേഖല. അടുത്തത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും 2 സവിശേഷത എന്തെഴുതാം നമുക്ക്? ഇതൊരു പ്ലാൻഡ് ഇക്കോണമിയാണ്. കേന്ദ്ര ആസൂത്രണ സമിതി ഉണ്ടായിരിക്കും അവിടെ. പിന്നെന്താണ്? എല്ലാ ഉൽപ്പാദന ഉപാധികളും ആരുടെ എന്താ പറയുക ഉടമസ്ഥതാവകാശത്തിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും അല്ലേ. അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. താഴെ തന്നിരിക്കുന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ തരംതിരിക്കണം. ദേശീയ വരുമാനം സ്ഥൂലം, തൊഴിലില്ലായ്മ സ്ഥൂലം. ഒരു സാധനത്തിൻ്റെ വില എവിടെയാണ് വരിക? സൂക്ഷ്മത്തിലാണ് വരിക. വില, ഒരു സാധനത്തിൻ്റെ സൂക്ഷ്മം വിദേശ വ്യാപാരം സ്ഥൂലത്തിലാണ് വരിക. ഒരെണ്ണം മാത്രമുള്ള സൂക്ഷ്മം ഏതാണ്? ഒരു സാധനത്തിൻ്റെ വില മാത്രം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. M1 എന്താണ്? കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് അല്ലേ. M2 എന്താണ്? M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലെ സേവിംഗ് ഡെപ്പോസിറ്റും കൂടി ചേരും അതിൽ. M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലെ സേവിംഗ് ഡെപ്പോസിറ്റും കൂടിയും വേണം അതിൽ ഉൾപ്പെടുക കേട്ടോ. അടുത്തത് 15ാമത്തെ ചോദ്യം, പണത്തിൻ്റെ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ, വിനിമയ മാധ്യമം, മൂല്യത്തിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പേജ് നമ്പർ 40-ലാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ്, അത് നോക്കി പഠിക്കാം. അടുത്തത് 16ാമത്തെ ചോദ്യം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? പേജ് നമ്പർ 12-13 സൂക്ഷ്മത്തിലുണ്ട്, നന്നായിട്ട് വായിക്കാം. 17ാമത്തെ ചോദ്യം, പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ഏതെങ്കിലും 3 സവിശേഷത. എന്താണ് പൂർണ്ണ മത്സര കമ്പോളം? ആർക്ക് വേണമെങ്കിലും എന്താ പറയുക യാതൊരു വക നിയന്ത്രണങ്ങളില്ലാതെ മാർക്കറ്റിലേക്ക് വരാനും പോകാനും സാധിക്കും അല്ലേ. വില സ്വീകരിക്കുന്നവെന്നാണ് ഉൽപ്പാദകനെ പറയുക അല്ലേ. പിന്നെ എന്താ പറയുന്നു? എന്താ പറയുക ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇഷ്ടമാതിരി ഏകാത്മകമായിട്ടുള്ള ഉൽപ്പന്നമാണ് ഉണ്ടാവുക അല്ലേ. അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? നിറത്തിലും മണത്തിലും രുചിയിലൊക്കെ ഒരേപോലെയുള്ള ഏകാത്മക ഉൽപ്പന്നമായിരിക്കും ഉണ്ടാവുക. കുറേ പോയിന്റ്സ് ഉണ്ട്, പേജ് നമ്പർ 79-ലുണ്ട്, പഠിക്കുക കേട്ടോ. പിന്നെ 18ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതുമാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. QA = 40 + P യും QD = 60 - P യും ആണ്. ഈ 2 സൂത്രവാക്യങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൽ നിന്ന് സന്തുലിത വിലയും അളവും രണ്ടും സമമാക്കി എഴുതാം. QA = QD, 40 + P = 60 - P എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ആ Pയുടെ വില കണ്ടുപിടിക്കാം. 2P = 40, 60 - 40 എന്ന് വരും. അപ്പോൾ P = 2P = 20, P = 10 എന്ന് കിട്ടും. അപ്പോൾ സന്തുലിത വില 10 ആണ്.
സന്തുലിത അളവ് വന്നിട്ട് ഏതെങ്കിലും ഒരു സൂത്രവാക്യത്തിൽ വാല്യൂ കൊടുക്കുക. 40 പ്ലസ് പി എന്ന് പറഞ്ഞ സൂത്രവാക്യത്തിൽ കൊടുക്കുക. അപ്പോൾ 40 പ്ലസ് 10 ഉത്തരം 50. സന്തുലിത അളവ് 50ഉം സന്തുലിത വില 10ഉം ആയിട്ടും കിട്ടും. ഞാൻ നിങ്ങൾക്ക് അത് ആൻസർ തരാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അടുത്തത് സ്ഥിര വിനിമയ നിരക്ക് സമ്പ്രദായവും അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായവും തമ്മിലൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അയവുള്ള വിനിമയ നിരക്ക് നിർണ്ണായ രീതിയിൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന ആരാണ്? ഡിമാൻഡ് സപ്ലൈ ശക്തികളാണ്. അതേസമയം സ്ഥിര വിനിമയ രീതിയിലോ കേന്ദ്ര ബാങ്കാണ് അവിടെ നിർണ്ണയിക്കുന്നത് വിനിമയ നിരക്ക് കേട്ടോ. 20ാമത്തെ ചോദ്യം എന്താണ്? ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാധനത്തിൻ്റെ വില, മറ്റു സാധനങ്ങളുടെ വില, ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും, ഉപഭോക്താവിൻ്റെ വരുമാനം, അങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ട്. പേജ് നമ്പർ 40 അത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് വായിക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? 21 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ഒരു കുഞ്ഞു പാരഗ്രാഫ്, 3 മാർക്കിന് ഇച്ചിരി കൂടി വലിയ പാരഗ്രാഫ്, 4 മാർക്കിന് അത്യാവശ്യം വലിയ പാരഗ്രാഫായിട്ട് തന്നെ എഴുതണം. 21ാമത്തെ ചോദ്യം ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ ഏതെങ്കിലും 4 പോരായ്മ. കുറേ പോരായ്മ നമുക്കുണ്ട് അല്ലേ ബാർട്ടർ സമ്പ്രദായത്തിന്? എന്തൊക്കെ പറയാം? നമുക്ക് വിഭജന പ്രശ്നം പറയാം, ഭാവിയിൽ അടവിന് ബാധിക്കാൻ ബുദ്ധിമുട്ടാണ് അടയ്ക്കാനായിട്ട്, അങ്ങനെ കുറേ പോയിന്റ്സ് നമുക്കുണ്ട്. അത് നിങ്ങൾ എളുപ്പമാണ് വായിച്ച് പഠിക്കാൻ എഴുതുകയും ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം ഏതാണ്? ഒരു സാധനത്തിനെ മുഴുവൻ 22ാമത്തെ ചോദ്യം ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതിന് എന്താ വിളിക്കുക? ഇലാസ്റ്റികത എന്ന് വിളിക്കും അല്ലേ. ഏതെങ്കിലും 4 തരം ഇലാസ്റ്റികത നമുക്ക് 5 എണ്ണം പഠിക്കാനുണ്ട്. പൂർണ്ണ ഇലാസ്റ്റികത, പൂർണ്ണ ഇലാസ്റ്റികത രഹിത ഡിമാൻഡ്, സമ ഇലാസ്റ്റികത, ഇലാസ്റ്റികത രഹിത ഡിമാൻഡ്, കുറേ പേരുകൾ പഠിക്കാനുണ്ട്. 2 എണ്ണം തന്നിട്ടുണ്ടായാലും തരം തിരിച്ചറിയണം. എന്താണ്? പൂർണ്ണ ഇലാസ്റ്റികത ഡിമാൻഡ് ആദ്യത്തെയും സമ ഇലാസ്റ്റികത ഡിമാൻഡ് രണ്ടാമത്തെയുമാണ് അല്ലേ. 23ാമത്തെ ചോദ്യം ഒരു സാധനത്തിൻ്റെ മുഴുവൻ ഉൽപ്പാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉൽപ്പാദകനാണെങ്കിൽ ആളെന്ത് പറയാം? മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തക കമ്പോളം എന്ന് പറയാം അല്ലേ. ഈ വ്യവസ്ഥയുടെ 3 സവിശേഷത: യാതൊരു വക മാർക്കറ്റിലേക്ക് കടന്നു വരാനൊന്നും തിരിച്ചു പോകാനൊന്നും അവർ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരൊറ്റ ഉൽപ്പന്നം, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല, ഒറ്റ ഉൽപ്പന്നം മാത്രമായിരിക്കും ഉണ്ടാവുക. വില സ്വീകരിക്കുന്നവനല്ല, വില നിർണ്ണയിക്കുന്നവനാണ് ഉൽപ്പാദകൻ. അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. എളുപ്പമാണ്, വായിച്ച് പഠിക്കുക. നോക്കൂ, പേജ് നമ്പർ 121 അതുള്ളത് കേട്ടോ. പിന്നെ 24ാമത്തെ ചോദ്യം ഒരു സാധനത്തിൻ്റെ ഗുണകം അഥവാ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്ത്? നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായിട്ട് വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. നിക്ഷേപം അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വരുമാനവും തമ്മിലുള്ള ഇക്വേഷൻസ് 2 ഉണ്ട്. K = Δy/Δi എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം ഡിവൈഡഡ് ബൈ നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റം. പിന്നെ വലിയൊരു ഇക്വേഷൻ 1/1 - MPC. ഒരെണ്ണം കൂടി ഉണ്ട്, 1/1 - MPS. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുള്ളത് എന്താണ്? നിക്ഷേപത്തിൻ്റെ മൂല്യം 500ഉം വരുമാനം 4000ഉം അതുപോലെ തന്നെ ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Δy/Δi എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കൊടുക്കാം. 4000/500 ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ 8 കിട്ടുക കേട്ടോ. ഇനി അടുത്തത് അടവ് ശിഷ്ടവും വ്യാപാര ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ഒരു രാജ്യത്തിൻ്റെ വ്യാപാര ശിഷ്ടം പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ദൃശ്യവസ്തുക്കളുടെ കയറ്റുമതിയെ മാത്രമേ വ്യാപാര ശിഷ്ടത്തിൽ കാണുള്ളൂ. പക്ഷെ അടവ് ശിഷ്ടത്തിലോ ദൃശ്യവും അദൃശ്യവും കാണിക്കുന്നതാണ് അടവ് ശിഷ്ടം അല്ലേ. ദൃശ്യവും അദൃശ്യവും എല്ലാം കയറ്റുമതി മൂല്യങ്ങളും എവിടെ, ഇറക്കുമതിയും എവിടെ വരും? അടവ് ശിഷ്ടത്തിൽ വരും. വ്യാപാര ശിഷ്ടമാണെന്നുണ്ടെങ്കിൽ അവിടെ ദൃശ്യം മാത്രം, തൊടാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞ ചോദ്യം ഇപ്പോൾ ഏതായിരുന്നു? 24ാമത്തെ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. 25ാമത്തെയാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് C ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ വ്യാപാര ശിഷ്ടം കമ്മിയാകുന്ന അവസ്ഥ ഏതാണ്? എനിക്കിത് കാണാനൊരു ചെറിയ ബുദ്ധിമുട്ട്. ഓക്കെ, X > M ആണോ? ഏതാണ് വ്യാപാര ശിഷ്ടം കമ്മിയാവുന്നത്? കമ്മിയാവുന്നത് എപ്പോഴും ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവായിരിക്കുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ 3ാമത്തെ ഓപ്ഷൻ നോക്കാം. അവിടെ X ആണ് കുറവ്, കയറ്റുമതി കുറവും എന്താണ് കൂടുതലായിട്ടിരിക്കുന്നത്? ഇറക്കുമതി കൂടുതൽ. അപ്പോൾ 3ാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? വ്യാപാര ശിഷ്ടം കമ്മിയാകുന്ന അവസ്ഥ കേട്ടോ.
പിന്നെ അർദ്ധവശിഷ്ടത്തിലെ പ്രധാന 2 അക്കൗണ്ടുകൾ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ടും മൂലധന അക്കൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 26ാമത്തെ ചോദ്യം, ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികൾ എന്തൊക്കെയാണ്? ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഷോർട്ടായിട്ടുള്ള നോട്ട് നമ്മുടെ നോട്ട്ബുക്കിലുണ്ട്, അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ അടുത്തത് ഒരു രീതി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പന്ന രീതി അല്ലേ. സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദന യൂണിറ്റുകളെ കണ്ടെത്തി തരംതിരിക്കുക, അതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര അതിർത്തിയിലുള്ള കൂട്ടിച്ചേർത്ത അറ്റമൂല്യം NVA ആണ് കണക്കാക്കുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പിന്നെ വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം കൂടി കൂട്ടിയിട്ട് അറ്റമൂല്യത്തോട് കണക്ക് കൂട്ടും. അപ്പോൾ NNPFC കിട്ടും. അപ്പോൾ ആദ്യം NNPFC കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രോസ് NVA പ്ലസ് NFIA മൈനസ് NIT ആണ് നമ്മൾ കാണുക കേട്ടോ. നമ്മുടെ നോട്ട്ബുക്കിൽ ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് പഠിക്കണം. അടുത്ത ചോദ്യം നോക്കാം. 27ാമത്തെ ഇവിടെ ടോട്ടൽ കോസ്റ്റ് കർവ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റിൻ്റെ അളവുകളാണ് തന്നിട്ടുള്ളത്. 200, 300, 400, 600 ഇത് മാത്രം തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഡക്ഷനും നടത്താത്തപ്പോൾ അളവ് 0 ആയിരിക്കുമ്പോഴും ഒരു ചിലവുണ്ട്, അതാണ് 200. 0-ന് നേരെയുള്ള ചിലവ് 200 ആണല്ലോ, ആ 200 ആയിരിക്കും എന്ത്? സ്ഥിരം ചിലവ്. TFCയുടെ കോളം മുഴുവനും എന്ത് എഴുതണം? നമ്മൾ ആദ്യത്തെ 200 എഴുതണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴും TFC എന്താണെന്ന് പറഞ്ഞു വരില്ല പരീക്ഷയ്ക്ക്. അപ്പോൾ 200 നമ്മൾ മുഴുവനും TFCയുടെ കോളത്തിൽ എഴുതണം. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് TFC കുറയ്ക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഡാഷ് ഉണ്ടാവില്ല. രണ്ടാമത്തേത് 300 മൈനസ് 200 100 കിട്ടും. പിന്നെ അടുത്ത TVC എത്ര കിട്ടും? 400 മൈനസ് 200 200 കിട്ടും. ലാസ്റ്റത്തെ എത്ര കിട്ടും? 600 മൈനസ് 200 എത്ര കിട്ടും? 400 കിട്ടും അല്ലേ. ഇനി MC എങ്ങനെ കണ്ടുപിടിക്കാൻ? ടോട്ടൽ കോസ്റ്റ് എന്നുള്ള മൈനസ് ചെയ്ത് വരുന്നതാണ് MC കണ്ടുപിടിക്കാനായിട്ട്. ആദ്യത്തെ ഡാഷ് ഇടുക, രണ്ടാമത്തെ 300 മൈനസ് 200 100, അടുത്തത് 400 മൈനസ് 300 100, പിന്നെ 600 മൈനസ് 400 200 അങ്ങനെ എഴുതാം. AC എങ്ങനെയാണ് കണ്ടുപിടിക്കുക? TC/Q ആണ് അല്ലേ, അളവിൻ്റെ ഹരിക്കണം. 200ൻ്റെ അവിടെ ഡാഷ് ഇടുക, 300/1 300, 400/2 200 അങ്ങനെയാണ് AC കിട്ടുക. ഇനി എങ്ങനെയാണ് AFC കിട്ടുക? TFC/Q ആണല്ലേ, ആദ്യത്തെ കോളം ഡാഷ് ഇടുക, പിന്നെ TFC ആദ്യത്തെ 200/1 200, 200/2 100 അങ്ങനെയാണ് AFC കർവ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കർവിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ നമ്മൾ TC കർവിൽ ഫുള്ളായിട്ട് എഴുതണം. TVCയുടെ കോളം എങ്ങനെയാണ് നമുക്ക് കിട്ടുക? TC മൈനസ് TFC ചെയ്താൽ TVC കിട്ടും. MC എങ്ങനെ കിട്ടും? TC/Q ചെയ്താൽ TCN മൈനസ് TCN മൈനസ് 1. TCയുടെ കോളം നേരെ അടിയിലേക്ക് കുറച്ച് എഴുതുമ്പോൾ MC കിട്ടും. AC എങ്ങനെയാണ് കിട്ടുക? TC/Q ചെയ്താലാണ് AC കിട്ടുക കേട്ടോ. ഇനി AFC എങ്ങനെയാണ് കിട്ടുക? TFC/Q ചെയ്താലാണ് AFC കിട്ടുക. ഓക്കെ, ഞാൻ നോട്ട്ബുക്കിൽ ഞാൻ അയച്ചു തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ബജറ്റ് ലൈൻ എന്തെന്ന് നിർവചിക്കുക. ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ച് വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ എല്ലാ ബണ്ടിലുകളും യോജിപ്പിച്ച് ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു രേഖ അല്ലേ. ഒരാളുടെ വരുമാനം മുഴുവനായിട്ടും ചെലവാക്കാൻ പറ്റുന്ന 2 സാധനങ്ങൾ മേടിക്കുകയാണ്. അപ്പോൾ അതിന് വ്യത്യസ്ത അളവുകൾ ചേർത്തിട്ടുള്ള ഒരു രേഖ തന്നെയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. P1x1 പ്ലസ് P2x2 M ആണ് അല്ലേ. ഇവിടെ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില എത്രയാണ് പറഞ്ഞേക്കണേ? 20 രൂപയാണ്. രണ്ടാമത്തെ സാധനത്തിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 20x1 പ്ലസ് 10x2 വരുമാനം 1000 ആണ്, 1000. ഇനി നമുക്കൊരു ബജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. X അക്ഷത്തിൽ മുട്ടുന്ന പോയിന്റും Y അക്ഷത്തിൽ മുട്ടുന്ന പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ ബജറ്റ് ലൈൻ സിമ്പിളായിട്ട് വരയ്ക്കാം. X അക്ഷം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താ ചെയ്യുക? M/x1. സാധനത്തിന് ആദ്യത്തെ സാധനത്തിൻ്റെ വില 20, 1000/20 50ാമത്തെ പോയിന്റാണ് X അക്ഷം. Y അക്ഷത്തിൽ മുട്ടുന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? M/, രണ്ടാമത്തെ സാധനത്തിൻ്റെ വില M എന്ന് പറയുന്നത് 1000 ആണ്, രണ്ടാമത്തെ സാധനത്തിൻ്റെ വില 10 രൂപയാണ്, അപ്പോൾ 100. അപ്പോൾ Y അക്ഷത്തിൽ 100 എന്ന് പറഞ്ഞ പോയിന്റും വരയ്ക്കുക, X അക്ഷത്തിൽ 50 എന്ന് പറഞ്ഞ പോയിന്റും വരച്ച് കൂട്ടി യോജിപ്പിച്ചാൽ എന്തായി? ബജറ്റ് ലൈനായി അല്ലേ. ഇനി അടുത്ത ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട 4 മേഖല നേരത്തെ പറയുന്നതാണ്. ഗാർഹിക മേഖല, അതുപോലെ തന്നെ ഉൽപ്പാദന മേഖല, പിന്നെ ഗവൺമെൻറ് ബാഹ്യ മേഖല, അത് നമുക്ക് എഴുതാൻ അറിയണം. പിന്നെ ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം അല്ലേ. ഒരു ഉൽപ്പാദന മേഖലയും ഒരു ഗാർഹിക മേഖലയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നു? ഗാർഹിക മേഖലയിൽ നിന്ന് ഉൽപ്പാദന ഘടകങ്ങൾ ഉൽപ്പാദന മേഖലയിലേക്ക് കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുക്കുക? ഭൂമി, തൊഴിൽ, സംഘാടനം, അതുപോലെ തന്നെ മൂലധനമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അവർ തിരിച്ചെന്ത് തരുന്നു നമുക്ക്?
നമുക്ക് അതിനുള്ള ഘടക പ്രതിഫലങ്ങൾ തിരിച്ചു വരുന്നു. കൂലി, പാട്ടം, ലാഭം, പലിശയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ നമുക്ക് പൈസ കിട്ടി അല്ലേ, ഗാർഹിക മേഖലയിലേക്ക് പൈസ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഈ പൈസ തിരിച്ചു ഉൽപ്പാദന മേഖലയിലേക്ക് കൊടുക്കുകയാണ്. എന്തിനാണ്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കുള്ള ചെലവായിട്ടാണ് കൊടുക്കുന്നത്. തിരിച്ചു ഉൽപ്പാദന മേഖല ഗാർഹിക മേഖലയ്ക്ക് എന്ത് കൊടുക്കുന്നു? സാധനങ്ങളും സേവനങ്ങളും തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിലെ ചാക്രിക പ്രവാഹം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും വരച്ചു പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ചോദ്യം ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ധർമ്മങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വിനിയോഗധർമ്മം, വിതരണധർമ്മം, സുസ്ഥിരീകരണ ധർമ്മം, ഇതൊക്കെ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ധർമ്മങ്ങളാണ്. പേജ് നമ്പർ 83 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട്, വരച്ച് പഠിക്കുക കേട്ടോ. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ്? റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റിൽ റവന്യൂ വരവും റവന്യൂ ചെലവും. ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് പകരം മൂലധനം എന്ന് വേണമെങ്കിൽ പറയാം. മൂലധന വരവും മൂലധന ചെലവും. ഓക്കെ. എന്താണ് ഫിസിക്കൽ നയം? മൊത്തം ഡിമാൻഡിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക്, ഇവയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയമാണ് ഫിസിക്കൽ നയം. മൊത്തം ഡിമാൻഡിനെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയങ്ങൾ, എന്തൊക്കെ നയങ്ങളിൽ പെടും? പൊതുചെലവ്, പൊതുകടം, നികുതി നിരക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന നയങ്ങളാണ് ഫിസിക്കൽ പോളിസി. ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി? ഇവിടെ ഇല്ല. നമ്മുടെ ദേശീയ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBI എടുക്കുന്ന പോളിസികളെ നമ്മൾ മോണിറ്ററി പോളിസി എന്നാണ് പറയുക. അതേസമയം ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസാണ് ഫിസിക്കൽ പോളിസീസ് അല്ലേ. ഇനി അടുത്ത 31ാമത്തെ ചോദ്യമാണ്, എസ്സേ ആണ്. കേന്ദ്ര ബാങ്കിൻ്റെ 4 പ്രധാന ധർമ്മങ്ങൾ എഴുതാമെന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. നോട്ട് ഇറക്കല്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ബാങ്കിൻ്റെ ബാങ്ക്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരെന്ന് പറഞ്ഞിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്. അത് എഴുതി വെച്ചിട്ട് പിന്നെ ചെറുതായി ഒന്ന് വിശദീകരിക്കണം കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് പണപ്രധാനം നിയന്ത്രിക്കുന്ന RBIയുടെ പ്രധാന നയ ഉപകരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പണപ്രധാനത്തിന് നമുക്ക് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, കരുതൽ ധനാനുപാതത്തിലെ മാറ്റം, സ്റ്റെറിലൈസേഷൻ നടപടികൾ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ പണപ്പെരുപ്പ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും. ഇപ്പോൾ ലോണുകളൊക്കെ ആയിട്ട് ആളുകളുടെ കയ്യിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ലോണൊന്നും കിട്ടില്ല, പൈസ തിരിച്ചെത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പണച്ചുരുക്കമാകുമ്പോൾ ബാങ്ക് റേറ്റ് കുറയ്ക്കും. അതുപോലെ തന്നെയാണ് തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ വിൽക്കും. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത്. അപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം ഒഴുകി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പണച്ചുരുക്ക സമയത്തോ ഈ കൊടുത്ത കടപ്പത്രങ്ങളെല്ലാം തിരിച്ച് മേടിക്കുകയും ചെയ്യും. അപ്പോൾ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തണം, വായ്പയായിട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. കരുതൽ ധനാനുപാതത്തിലെ മാറ്റം എന്ന് പറയുമ്പോൾ CRR കൂട്ടും. പണപ്പെരുപ്പ സമയത്ത് ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ അളവ് കുറയ്ക്കും പണച്ചുരുക്ക സമയത്ത്. ഇനി സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നാണയവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് 32ാമത്തെ ചോദ്യം, നിസ്സംഗതാവക്രത്തിൻ്റെ 3 സവിശേഷതകളാണ് എഴുതേണ്ടത്. കുറേ സവിശേഷതകൾ നമുക്കറിയാമല്ലോ. ഉയർന്ന നിസ്സംഗതാവക്രം ഉയർന്ന സംതൃപ്തി തരുന്നു, ഒരിക്കലും കൂട്ടുമുട്ടില്ല, എന്താണ്? കോൺവെക്സ് ആകൃതിയാണ്, ഇടത്തുനിന്നും വലത്തോട്ടൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നതാണ്. ഇത്തരം പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്, നന്നായി പഠിക്കണം. പേജ് നമ്പർ 37 ഉള്ളത് കേട്ടോ. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടിയുള്ളത്, ഉപഭോക്താവിന് സന്തുലിതാവസ്ഥ ഡയഗ്രത്തിൻ്റെ സഹായത്താൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഒരു ബജറ്റ് ലൈനും ഉയർന്ന നിസ്സംഗതാവക്രവും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് സന്തുലിത ബിന്ദു ആവുക അല്ലേ. അപ്പോൾ അയാളുടെ വരുമാനവും അയാളുടെ ആഗ്രഹവും ഈക്വലായി വരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ആളുടെ സന്തുലിത ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന നിസ്സംഗതാവക്രം കൂട്ടിമുട്ടുന്ന ബജറ്റ് ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഏറ്റവും താല്പര്യപ്പെട്ടത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ബണ്ടിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും വാങ്ങിക്കാൻ പറ്റില്ല. എന്താണ്? അത്രയും നിസ്സംഗതാവക്രം അത്ര ഇഷ്ടമുണ്ടെങ്കിലും നമ്മുടെ ബജറ്റ് ലൈൻ അത് സമ്മതിക്കില്ല. അപ്പോൾ ബജറ്റ് ലൈനും ഉയർന്ന നിസ്സംഗതാവക്രം എവിടെയാണോ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു ഉള്ളത്, ആ ബിന്ദുവാണ് സന്തുലിത ബിന്ദു ആയിട്ടുള്ള ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ആയിരിക്കും കേട്ടോ. അടുത്തത് വിഭേദക അനുപാത നിയമമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊരു ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മമാണെന്ന് നമുക്കറിയാം അല്ലേ. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് ഡയഗ്രാം ഉണ്ട്, ഭംഗിയായിട്ടുള്ള ഡയഗ്രാം പേജ് നമ്പർ 63 സൂക്ഷ്മത്തിലുണ്ട്. നിങ്ങളത് വിശദമായിട്ട് വരച്ച് തന്നെ പഠിക്കണം. 1ാം ഘട്ടത്തിൽ എന്താണ്? TP, AP, MP ഒക്കെ വർദ്ധിക്കുകയാണ്. അപ്പോൾ വർദ്ധമാന പ്രത്യേക ഘട്ടം എന്നാണ് നമ്മളതിനെ പറയുക. 2ാമത്തെ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം TP പരമാവധിയിലെത്തുമ്പോൾ എന്താണ്? നമ്മുടെ MP 0ലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള 2ാമത്തെ ഘട്ടത്തിന് അപജയ പ്രത്യേക ഘട്ടം എന്നാണ് പറയുക. ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്താണ്? MP നെഗറ്റീവായി മാറുന്നു. അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് പ്രത്യേക ഘട്ടം എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഡയഗ്രാം അടക്കം അത് വിശദമായിട്ട് എഴുതിയാലാണ് 8 മാർക്ക് കിട്ടുള്ളൂ.
ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നല്ല പോലെ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒപ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൂടി വെച്ചിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്തു. ഓക്കെ, താങ്ക് യു.